ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് അശ്വിൻ. ഞാനാണ് നിങ്ങളുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫാക്കൽറ്റി. അപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം കുറേ അറ്റംപ്റ്റ് ഒക്കെ എഴുതി കഷ്ടപ്പെട്ട് ഇതുവരെ ക്ലിയർ ആക്കാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഇതിലുണ്ടാവും. ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് ഡയറക്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിലെ എക്സാമിലോട്ട് വരുന്നവരുണ്ടായിരിക്കും. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസും കാണും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് എൻ്റെ ഈ ക്ലാസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന് മുന്നേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഓഫ്‌ലൈനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ എനിക്കിവിടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ പഠിച്ച കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? മറന്നു കളയണം. കാരണം മറ്റൊരാൾ പഠിപ്പിച്ച രീതിയിലായിരിക്കില്ല തികച്ചും ഞാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇത് എല്ലാം റിയൽ ലൈഫിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത്. കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഈ പഠിക്കുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റ്, അത് ഈ സബ്ജക്റ്റ് അല്ല, സിയുടെ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ വെറുതെ പഠിക്കുന്നതല്ല. നിങ്ങളുടെ ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെയും മനസ്സിലൊരു ചിന്തയുണ്ട്, എങ്ങനെങ്കിലും ഇതങ്ങ് കഴിഞ്ഞ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾഷിപ്പിന് കീഴിൽ കൂടിയെന്ന്. പക്ഷേ അതൊരു തെറ്റായ ചിന്തയാണ്. കാരണം നമ്മൾ ഇതിൽ നിന്നൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സാണ്. ഇത് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളുടെ ജോലിക്കുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം നിങ്ങൾ അതിൻ്റെ തിയറി പഠിക്കുന്നതെന്നേ ഉള്ളൂ. കാരണം ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്തൊക്കെയാണെന്നാണ് ഇതിൽ ഈ ഈ ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സോ വേറൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ഇതിൽ വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല. സോ അതുകൊണ്ട് നമ്മൾ മടുത്തിരുന്ന് പഠിക്കരുത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നാളെ കാലത്ത് നമുക്ക് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആ ഒരു രീതി വേണം നമ്മളിതിനെ കാണാൻ. ഇപ്പോൾ ഒരു +2 വരെയൊക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പറയുമോ, നമുക്ക് അന്ന് കുറേ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, 10 സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. കുറേ ഒന്നും നമുക്ക് എന്തിനാണെന്ന് പോലും അറിയത്തില്ല. കാരണം മുന്നോട്ട് പോകുമ്പോഴത്തേന് അതുകൊണ്ടൊരു ഉപയോഗവും ഇല്ല. ഓക്കെ. പക്ഷേ ഇത് അങ്ങനല്ല. കാരണം നമ്മൾ ഈ ഒരു പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൊഫഷനും ഒരു ജോബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ജോബാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും പോവാം. നിങ്ങൾക്ക് എപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് വേണമെങ്കിലും റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് വേണമെങ്കിൽ അതുപോലും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇട്ടെറിഞ്ഞിട്ട് വരാം. പക്ഷേ ഈ ഒരു പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങളൊരു CA പാസ്സായ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതകാലം ഫുള്ള് CA ആണ്. അത് നിങ്ങളെ വിട്ട് എങ്ങും പോകുന്നില്ല. ഇപ്പം നിങ്ങളൊരു CA പാസ്സായ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചായക്കട നടത്താം. മറ്റേ സിനിമയിൽ പറയുന്ന കണക്ക് പൂക്കച്ചവടം നടത്താം. എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആരാണ്? ഒരു CA ആണ്. പലരും പറയും CAയുടെ സ്കോപ്പൊക്കെ ഭാവിയിൽ പോവും. ഒരു CA ആണെന്ന് ഇപ്പോഴൊക്കെ പറയാൻ കൊള്ളാവൂ. കുറച്ച് നിങ്ങൾ പഠിച്ചൊക്കെ ഇറങ്ങുമ്പോഴത്തേന് അതിനൊരു സ്കോപ്പ് ഉണ്ടാവൂല. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പൊ AI വന്നാലും എന്ത് വന്നാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ സൈൻ ചെയ്തേ പറ്റൂ. അത് ഇനി മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ വരുന്ന പിന്നെ എന്ത് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാവും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഒരു സീരിയസ്നെസ്സോടെ ഇതിനെ കാണുക. ഇതിപ്പം പഠിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വല്ല മലമറിക്കുന്ന സംഭവമൊന്നും ഇല്ല. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഇത് ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ജനുവരി അറ്റംപ്റ്റ് ആണ്. ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. 2 മാസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ ക്ലിയർ ചെയ്തിട്ട് ആർട്ടിക്കിൾഷിപ്പ് കൂടെ കഴിഞ്ഞ് ജോബിന് കയറാം. പിന്നെ കൂടെ ഫൈനലൊക്കെ ചെയ്താൽ മതി. നമ്മുടെ ലൈഫ് ഒരു കംഫർട്ട് സോണിലെത്തും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത്രത്തോളം എഫേർട്ട് ഈ 2 മാസം ഇടുക. അതിപ്പോൾ ഈ സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ഇതേ അല്ല ഇതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കണ്ട് അത്രയും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇതിന്റെ കാര്യം ഏകദേശം എൻ്റെ ക്ലാസ് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ക്ലിയർ ആയി പൊക്കോളും. അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ ഒരു കോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തറിയണം? ഈ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം. അല്ലാതെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് രാമായണം വായിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ചോദിക്കുമ്പോഴത്തേന് രാമൻ സീതയുടെ വേറെ ആരാണ്ടാണെന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും നമ്മുടെ എന്താ കരിയറിൽ ഉണ്ടാവാൻ പാടില്ല. എന്ത് നമ്മളടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ വേണം. കാരണം നമ്മളിത് പഠിക്കുന്ന ഒരാളാണ്. നാളെ ഒരാൾക്ക് ഒരു കൺസൾട്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാനേജറായിട്ടോ ഒക്കെ അഡ്വൈസ് കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞറിഞ്ഞ് പോവുക. കോൺസെപ്ഷ്യലി തന്നെ പഠിച്ചു പോവുക. ഒന്നും കാണാപ്പാഠം പഠിക്കാൻ നിൽക്കരുത്. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാണാപ്പാഠം പഠിച്ചിട്ടൊക്കെ മുന്നോട്ട് വരുന്നവർ ഈ ഒരു കോഴ്സൊക്കെ എടുക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റും?
മനസ്സിലാവും എന്തുമാത്രം ഡിഫിക്കൽട്ടാണ് ഇതെന്നുള്ളത്. അല്ലാതെ മനസ്സിലാക്കി പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതൽ ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കയറി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പതുക്കെ നമ്മുടെ ചാപ്റ്ററിന്റെ ഓവർവ്യൂയിലോട്ടൊക്കെ കടക്കാം. നോക്കിക്കോ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ദാണ്ട് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണടേ, നോക്കിക്കോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒന്ന്, ഒബ്ജക്റ്റീവ്സ്. എടാ, ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റീവ് വേണമല്ലോ. വെറുതെ നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റ് സി എക്കാരെടുത്ത് ഇടുവോ? ഇല്ല. കാരണം എന്താണ്? എന്തോ ഒരു ഒബ്ജക്റ്റീവ് ഇതിനുണ്ട്. അത് നമ്മൾ എവിടെ പഠിക്കും? ഈ ഒരു ചാപ്റ്റർ ഓവർവ്യൂവിൽ പഠിക്കും. ഒരുപാട് പേര് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും ചോദിക്കൂല, ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തങ്ങ് പോവാം. എടാ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും ഫൗണ്ടേഷൻ മുതൽ പഠിച്ചു പോകണം. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റൂ. സോ നിങ്ങൾ എന്താ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോ, ഒരു 2x ഇട്ട് കണ്ടു വെക്കോ എന്ന് കരുതി സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കളയാതിരിക്കും മാക്സിമം. അതേ ഞാൻ പറയും. 2, സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. സ്കോ എന്താ സ്കോപ്പ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് ഇത് നമ്മൾ പഠിക്കും. സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്? റിലേഷൻഷിപ്പ് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വിത്ത് അതർ റിലേറ്റഡ് ഡിസിപ്ലിൻസ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മറ്റ് എന്താണ് ഡിസിപ്ലിൻസുമായിട്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയും. ഇപ്പം ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. യൂസ് ഓഫ് IT ഇൻ കോസ്റ്റിംഗ്. ITയുടെ ഉപയോഗം, കോസ്റ്റിങ്ങിന് നമ്മൾ എന്തിനാണ് IT ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കും. യൂസേഴ്സ് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആരാണ് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ്? എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ നമ്മളങ്ങ് ചെയ്യുവാന്നറിയാം, ഞാനൊരു അക്കൗണ്ടന്റ് ആണ്, കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, ഞാൻ വെറുതെ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുവാണ്, അങ്ങനെ വെറുതെ ചെയ്യേണ്ട കാര്യമാണോ ഇത്? അല്ല. അതിനെന്താണ് യൂസേഴ്സ് ഉണ്ട്. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ റോളും ഫംഗ്ഷനും? കോസ്റ്റ് ഒബ്ജക്ട്സ്, റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ്, കോസ്റ്റ് അലോക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒറ്റ വാക്ക് പറയുമ്പോൾ ഇത്രയും കഴിഞ്ഞു. പക്ഷേ ഇത് എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ട് ഓരോന്നും എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു. കാരണം നമ്മുടെ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കണ്ട് കണ്ട് പോകണം. നോക്കിക്കോ, ഫസ്റ്റ് കാര്യം, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം എന്തിനറിഞ്ഞിരിക്കണോടാ? കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടെങ്കിലും വേണം നമ്മൾ എവിടെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്, കോസ്റ്റിംഗ് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. നോക്കിക്കോ, കോസ്റ്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സ് ഗിവൺ അപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് സം ഗുഡ്സ് ഓർ സർവീസസ്. എന്തോ ഒരു ഗുഡ്സിനോ സർവീസസിനോ പകരം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന റിസോഴ്സ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. ഒന്നും വേണ്ട, ഇവിടെ നോക്കിക്കോ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ സ്പെസിഫൈഡ് ആർട്ടിക്കിൾ, പ്രോഡക്റ്റ് ഓർ ആക്ടിവിറ്റി. എടാ, ഇത് ഒരു പെൻ, ഒരു പെൻ നിബൊക്കെ ഉള്ള ഒരു പേനയാണെന്ന് വെച്ചോ. ലെക്സിയുടെ പേന, ലെക്സി പെൻ ആണിത്. സോറി, എഴുതിയപ്പം ലെക്സി എന്ന് വരുന്നില്ല, സോറി. ഇതൊരു പേന. പെൻ ബ്രാൻഡ് ഏതാ? ലെക്സിയുടെ പേനയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ലെക്സിയുടെ പേന നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് വേണം? ഒരു നിബ് വേണം. എന്ത് ചെയ്യണം? ഇതിന്റെ ഔട്ടർ ബോഡി വേണം. റീഫില്ലർ വേണം. പിന്നെ ഇതിൽ എന്ത് വേണം? ഒരു ഗ്രിപ്പ് വേണം. റബ്ബർ ഗ്രിപ്പ് നമ്മളിവിടെ കൊടുക്കുമല്ലോ, റബ്ബർ ഗ്രിപ്പ് എന്ന് വെച്ചോ. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം? ഈ ഒരു പേനയിൽ വേണം. ഇതിന്റെ കോസ്റ്റ് എന്തായിരിക്കും? ഈ 4 സാധനത്തിന്റെ വില ചേരുന്നതായിരിക്കും എന്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്? ഈ പേനയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് എന്താണ്? ഈ 4 കാര്യങ്ങളുടെയും എക്സ്പെൻഡിച്ചർ, ഇതിന് ഈ പേന ഉണ്ടാക്കാൻ ചിലവായ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഫൗണ്ടേഷൻ എല്ലാം പഠിച്ചു വന്നതാണ്. അപ്പൊ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ചെലവായത്, ഈ പെൻ ഉണ്ടാക്കാൻ ചെലവായതിനെയാണ് ആ പേനയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് എന്താണ്? ഈ പേന ഉണ്ടാക്കാൻ ആയ എക്സ്പെൻസ്.
അത്രയേ ഉള്ളൂ. എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ സ്പെസിഫൈഡ് ആർട്ടിക്കിൾ, പ്രോഡക്റ്റ് ഓർ ആക്ടിവിറ്റി. ഒന്നെങ്കിൽ അതൊരു പ്രോഡക്റ്റിൻ്റെ ആവാം, ഞാൻ ഇനി പറഞ്ഞ പോലെ പേനയുടെ ആവാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആർട്ടിക്കിളിൻ്റെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ആവാം. ഇതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിത് വിചാരിക്കൂ, ഇതൊക്കെ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? ആണ്. കാരണം എന്താണെന്ന് അറിയണം. ഇപ്പം ചിലപ്പോൾ ഒരു MCക്ക് ചോദിക്കാം, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ആൻസർ കോസ്റ്റിംഗ് ആണോ, കോസ്റ്റ് അക്കൗണ്ടിങ് ആണോ, കോസ്റ്റ് അക്കൗണ്ടൻസി ആണോ, അല്ലെങ്കിൽ നമ്മുടെ താഴെ പറഞ്ഞുകൊണ്ട് കോസ്റ്റ് മാനേജ്മെന്റ് ആണോ എന്ന് ചോദിക്കുക. നമ്മൾ ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. 2 മാർക്കുമാണ്. നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ എക്സാമിന് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഈശ്വരാ ഇത് 4 ഒരുപോലെ ഇരിക്കുന്നല്ലോ, ഞാൻ ഇത്രയും സിമ്പിളായിട്ടൊരു കാര്യമാണ് എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ലെന്നൊരു റിഗ്രറ്റ് നമുക്ക് വരും. നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ അത് നമുക്ക് വരരുത്. നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇത് എല്ലാവരും ഒന്നും പറഞ്ഞു തരണമെന്നില്ല, സീരിയസ്ലി. ഇതൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ഇതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കുമ്പം എല്ലാം പഠിച്ചിട്ട് പോകണം. കോസ്റ്റിംഗ് നിങ്ങളിത് കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറയൂല. നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. ഒരു തവണ കേട്ടാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടാൽ മതി. ഇപ്പം തന്നെ കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണെന്ന് പറയാൻ പറ്റുമല്ലോ. അത് മതി. നോക്കിക്കോ കോസ്റ്റിംഗ് എന്താണെന്ന്. കോസ്റ്റിംഗ് എന്താണ്? ടെക്നിക്ക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. എടാ, ഈ കോസ്റ്റ്, ഈ വന്ന എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുന്ന എന്താ ടെക്നിക്കോ പ്രോസസ്സിനെയോ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അഥവാ ഇപ്പൊ ഈ പേനയുടെ എന്താണ് നിബിന്റെയും അതിന്റെ ഇതിന്റെ എല്ലാം വില ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഇപ്പൊ ഒരു ലാപ്ടോപ്പിന്റെ ആയിക്കോട്ടെ, ലാപ്ടോപ്പോ ഓർ ഒരു കാർ ആയിക്കോട്ടെ. അപ്പം ഈ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. കാറ് ആണെന്നുണ്ടെങ്കിലും എന്താ ഒരുപാട് കാര്യങ്ങളുണ്ട്. സീറ്റുണ്ട്, എഞ്ചിനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാറിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. എന്നാലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലാതെ ഞാനിപ്പം എണ്ണി കണ്ടുപിടിക്കാൻ പറ്റൂ? ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. ഞാൻ ഇതൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇത്രയൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് കാറിന്റെ കോസ്റ്റ് എത്ര വന്നു? ഈ കാറ് നിർമ്മിക്കാൻ കാറ് കമ്പനി ആയിട്ടുള്ള സുസുക്കിക്ക് എത്ര രൂപ വേണ്ടി വന്നൂടാ? ആലോചിക്കേ. ഒരു 5 ലക്ഷം രൂപ വേണ്ടി വന്നു. എന്തിനായിരിക്കും ഇവർ ഈ 5 ലക്ഷം രൂപ കണ്ടുപിടിക്കുന്നത്? ഇവർക്ക് അല്ലെങ്കിൽ പറയാം, ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി, ഒരു 50 ലക്ഷം രൂപ ഈ കാറിന് പറഞ്ഞേക്കാം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? മാർക്കറ്റിൽ ഇതിലും നല്ല കാർ എത്ര രൂപയ്ക്ക് കിടപ്പുണ്ട്? 50 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർച്യൂണർ കിട്ടും. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ 5 ലക്ഷം രൂപ വിലയുള്ള സുസുക്കി മേടിക്കും 50 ലക്ഷം രൂപയ്ക്ക്? ഇല്ല. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇനിയിപ്പം ഇത് കണ്ടിട്ട് ആരെങ്കിലും സാർ 50 ലക്ഷം രൂപയ്ക്ക് എവിടെ ഫോർച്യൂണർ കിട്ടുന്നതെന്നൊന്നും ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരരുത്. അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് സുസുക്കി എവിടെ കിട്ടുമെന്നും ചോദിച്ച് വരരുത്. ഇത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അന്നേരം എന്താ ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോപ്പറായിട്ടൊരു കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാലേ ആ ഒരു കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ്, അതായത് ലാഭം വേണമല്ലോ. ഇപ്പൊ ഞാൻ ഈ 5 രൂപയ്ക്ക് എന്താ നിർമ്മിച്ച പേന 5 രൂപയ്ക്ക് തന്നെ ആർക്കെങ്കിലും വിൽക്കുവോ? അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ലെക്സിയുടെ കമ്പനി നമ്മൾ അറിയത്ത് പോലും ഇല്ല. ഇത് എന്തേ പൂട്ടിക്കെട്ടിപ്പോയാനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കോസ്റ്റിന്റെ കൂടെ ഈ കോസ്റ്റ് നമ്മൾ ഈ 5 ലക്ഷം നമ്മുടെ ഇങ്ങനെ എന്താണ് ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇതിന്റെ കോസ്റ്റ്, എനിക്ക് വന്ന എക്സ്പെൻസ് എത്ര ഉണ്ട്? 5 ലക്ഷം രൂപ എനിക്ക് ഇതിന് ചെലവായിട്ടുണ്ട്, എക്സ്പെൻസ് ആയിട്ടുണ്ട്. എനിക്ക് എന്ത് വേണം? 1 ലക്ഷം രൂപയെങ്കിലും ഇതിൽ ലാഭം വേണം. അതോടെ ചേർത്തായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു, പ്രോഫിറ്റ് എന്താണെന്ന് പഠിച്ചു, സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് പഠിച്ചു. ഇതോടുകൂടി ഫൗണ്ടേഷൻ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കോസ്റ്റിങ്ങിന്റെ. എടാ, ഇതാണ് നമ്മൾ ഇനി ടോട്ടലായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. കോസ്റ്റ്, പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ്. ഏതൊരു ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ അതിനകത്ത് കാണും. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് കാര്യം എന്താണ്? ഈ കോസ്റ്റും പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇവിടെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുവാണ്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തണമോ, ഇത് ഞാൻ പൂട്ടണമോ, ഈ പ്ലാന്റ് പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് ലാഭമുണ്ടോ? മാനേജ്മെന്റിന് നമ്മൾ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? നാളെ നമ്മളൊരു ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ആ മാനേജ്മെന്റിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കണം. നമ്മുടെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും അവരുടെ ഈ ലാഭം വരുന്നത്. ഇതിപ്പം കൂട്ടാൻ അറിയാത്ത ഒരുത്തനാണെങ്കിൽ അവൻ വന്നിട്ട് പറയും 5 ലക്ഷം രൂപ ചെലവായ കാറിന് അവൻ അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് പറയും നമുക്ക് 2 ലക്ഷം രൂപ ചെലവായിട്ടുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കാറ് വിൽക്കാം. വിറ്റാലുള്ള പ്രശ്നം എന്താ?
സത്യത്തിൽ എനിക്കിവിടെ 5,00,000 രൂപ ആയിട്ടുണ്ടായിരുന്നു. ഇവൻ ഇതൊന്നും കണക്ക് കൂട്ടാതെ അവൻ വെറുതെ ഇരുന്ന് പറഞ്ഞാണ് 2,00,000 രൂപയെ ചെലവായിട്ടുള്ളെന്ന്. എനിക്ക് എത്ര ലക്ഷം രൂപ നഷ്ടമാണ് അവിടെ? മനസ്സിലായോ? 2,00,000 രൂപ എനിക്കിവിടെ നഷ്ടമാണ് വന്നത്. സോ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അസർടെയിൻ ചെയ്യാൻ, കോസ്റ്റ് അസർടെയിൻ ചെയ്യാൻ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് പറഞ്ഞു ഈ ഒരൊറ്റ സെന്റൻസ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കിക്കോ. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുവാണ്. എന്താണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ബാലൻസ് ഷീറ്റും P&L ഒക്കെ പ്രിപ്പയർ ചെയ്ത് എന്താണ് ഒരു വർഷത്തിന്റെ അവസാനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ലൈക്ക് എ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? നമുക്ക് വർഷം ഇത്ര ഇൻകം വരുന്നുണ്ട്, ഇത്രയാണ് നമ്മുടെ എക്സ്പെൻസ് വരുന്നത്, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ കാണിക്കൂലേ ഒരു വർഷത്തിന്റെ അവസാനം? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ്, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ കോസ്റ്റിങ്ങിലും നമുക്ക് അക്കൗണ്ടിങ് ഉണ്ട്. അന്നേരം അതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എവിടെ അത് തുടങ്ങും? റെക്കോർഡിംഗ് ഓഫ് ഇൻകം. ഇവിടെ നമ്മൾ ഇൻകവും റെക്കോർഡ് ചെയ്യും, എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്യും. ദേ ആർ കാൽക്കുലേറ്റഡ് ആൻഡ് എൻസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു പർട്ടിക്കുലർ പീരീഡ് വരെയുള്ള ഇൻകവും എക്സ്പെൻഡിച്ചറും നമ്മൾ എന്ത് ചെയ്യും? നോക്കിയിട്ട് അതിനെ വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്? ഫോർ അസർട്ടൈനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. കോസ്റ്റിനെ കണ്ടുപിടിക്കുവാനും ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുവാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോസ്റ്റിനെ അക്കൗണ്ടിങ് ചെയ്യുക, അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിനകത്ത് നമ്മൾ ഈ എക്സ്പെൻസ് കാണും, ഇൻകം കാണും, അതേപോലെ തന്നെ ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി അടുത്ത കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടൻസി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്താടാ? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫീൽഡിലും കൊണ്ടുചെന്ന് അപ്ലൈ ചെയ്യും. ലൈക്ക് സയൻസ്, ആർട്ട്, പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ തുടങ്ങിയെടുത്ത് അപ്ലൈ ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റിന്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ടിന്റെയും റെക്കോർഡ്സിന്റെയും ഒക്കെ എന്താണ് വിശകലനം ചെയ്ത ശേഷമായിരിക്കും അവർ പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കുന്നത്. എടാ നമ്മുടെ കമ്പനി ഇപ്പോൾ ഈ കാറിന്റെ കേസ് പറഞ്ഞ കണക്ക് അറ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേനും നമ്മൾ എന്താണ് ഇത് വിശകലനം ചെയ്യുവാണ്. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ കമ്പനി ഇപ്പം 6,00,000 രൂപ ലോസിനെത്തി നിൽക്കുവാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തീരുമാനം എടുക്കും. ഒന്നെങ്കിൽ ഈ ലോസിൽ നിന്ന് കരകയറണം, അല്ലെങ്കിൽ ബിസിനസ് ഇവിടെ കൊണ്ട് നിർത്തണം. ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ ഈ 6 കൂടിയിട്ട് അടുത്തോട്ടം 12 ആവും നഷ്ടം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റിയിട്ട് പ്രോഫിറ്റിലോട്ട് കൊണ്ടെത്തിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത്? ഈ പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ റെക്കോർഡ്സ് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഡിസിഷൻ. മാനേജ്മെന്റ് ഡിസിഷനിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അഥവാ ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് മെയിൻ എയിം എന്താണ്? അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് അസിസ്റ്റ് മാനേജ്മെന്റ് ബൈ പ്രൊവിഷൻ ഓഫ് റിലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്. മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്താ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കോസ്റ്റ് പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ട ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു തീരുമാനം എടുക്കും. അതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, മെത്തേഡ് ഓഫ് കളക്ഷൻസ്, അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ടു പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു പ്ലാൻ, മോണിറ്റർ ആൻഡ് കൺട്രോൾ കോസ്റ്റ്. എടാ ഈ കൺട്രോൾ കോസ്റ്റ് ഇപ്പോൾ കുറേ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. എടാ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത്? മെത്തേഡ് ഓഫ് കളക്ഷൻസ്, കോൺസെപ്റ്റ്സ്, അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ടു പ്രൊവൈഡ്. അതായത് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മാനേജ്മെന്റിന്. എന്തിനാ? ഈ നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനോ ഓർ ബിസിനസ്
നിർത്തണോ വേണ്ടയോ എന്നുള്ള പ്രോപ്പർ പ്ലാനിങ്ങും, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന കാര്യം ഉപയോഗിക്കുന്നത്. അതെന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡേറ്റ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ബിസിനസ്സിന്റെ അവസ്ഥ. അപ്പൊ ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം നടത്തേണ്ടി വരില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ കൺട്രോൾ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഈ കൺട്രോൾ കോസ്റ്റ്, കോസ്റ്റ് കൺട്രോള് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കും. കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ്. എടാ എനിക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഞാനിപ്പം CMAയുടെ ലോ ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക്, ലോയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമേ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു ദിവസം ചിന്തിച്ചു, പിള്ളേർക്ക് എന്തുകൊണ്ട് നല്ലൊരു നോട്ട് പ്രൊവൈഡ് ചെയ്തുകൂടാ, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തുകൂടാ. അങ്ങനെ ഞാൻ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് പോയിന്റ് വൈസ് ഒക്കെ ആക്കി എല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇനി കണക്ക് കൂട്ടുവാണ് എത്ര രൂപയ്ക്ക് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുവാണ്, ഒന്ന്, പ്രിന്റിങ്ങിന് ഒരു 80 രൂപയ്ക്കുള്ളിൽ എനിക്ക് നിൽക്കണം. 2, ബൈൻഡിങ് എനിക്കെന്താ ഒരു 60 രൂപയ്ക്കകത്ത് എനിക്ക് നിൽക്കണം. പിന്നെ ചെലവ് ഇത് എന്താ കൊണ്ടുവരാൻ, ട്രാൻസ്പോർട്ടേഷനായിട്ട് ഒരു 50 രൂപയിൽ എനിക്ക് നിൽക്കണം. നാലാമത് എന്തായിരിക്കും, ഡെലിവറി ചാർജ്. ഡെലിവറി എനിക്കിപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുന്ന സ്റ്റുഡൻസിന് എത്തിക്കണമല്ലോ, അതും ഒരു 50 രൂപ. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. പ്രീ ഡിറ്റർമൈൻഡ് അതായത് മുൻകൂട്ടി ഞാൻ ഡിറ്റർമൈൻ ചെയ്തത്. പ്രീ ഡിറ്റർമൈൻഡ് തന്നെയാണ്, നിങ്ങൾ അതേ എഴുതാവൂ. ഞാനിപ്പോൾ എഴുതുന്നതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, കാരണം പെൻ ടാബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വഴങ്ങൂല അങ്ങനെ. അപ്പം പ്രീ ഡിറ്റർമൈൻഡ്, PREDETERMINED, ഡി വേണമെങ്കിൽ കൊടുക്കാം. പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഇതാണ്. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് എനിക്ക് ചെലവ് വന്നത് എത്രയാണ്, പ്രിന്റിങ്ങിനായിട്ട് ഒരു 100 രൂപയായി. ഞാൻ വിചാരിച്ചതിലും കൂടി. ബൈൻഡിങ്ങിന് പക്ഷേ എത്രയായോളൂ, ഒരു 40 രൂപയായോളൂ. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എത്രയായി, 100 രൂപയായി. ഓട്ടോക്കാരൻ എന്നെ നല്ല രീതിയിൽ തേച്ചു. 50 രൂപ വിചാരിച്ച സ്ഥാനത്ത് അയാൾ എൻ്റെ 100 രൂപ മേടിച്ചു. ഡെലിവറിക്കും എനിക്ക് എന്ത് ചെയ്തു, 70 രൂപയായി. ഇതാണ് ആക്ച്വലായിട്ടുണ്ടായ എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്, 80, 60, 140, 50, 190, 240 രൂപ എൻ്റെ കോസ്റ്റ് ആവുമെന്നായിരുന്നു. പക്ഷെ ആക്ച്വലി എനിക്ക് എത്രയായി, 100, 140, 240, 310 രൂപയായി. ഇനി കോസ്റ്റ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതേ കണ്ടീഷനിൽ എനിക്ക് റേറ്റ് 240, അതായത് ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ആണ് ഇത്. ഇതാണ് നമ്മുടെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത്, ആക്ച്വൽ. അപ്പം ഇതിലെത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറയുവാണ്, "ട്ടാ മോനെ, നീ കിടന്ന് കുറേ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് വന്ന് പ്രിൻ്റ് എടുത്തോ. നീ പ്രിൻറ്റിങ്ങും ബൈൻഡിങ്ങും കൂടെ ഒരു 130 രൂപ തന്നാൽ മതി" എന്ന് എന്നോട് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ പ്രിൻറ്റിങ് ആൻഡ് ബൈൻഡിങ് 130 രൂപ തന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അതുമല്ല, എനിക്കവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, 200 രൂപ ആകത്തില്ല. കാരണം എന്താണ്, എൻ്റെ വീടിനടുത്തായതുകൊണ്ട് എനിക്ക് നടന്നു പോയി എടുക്കാം. സോ അത് നമ്മൾ ലാഭിച്ചു. പിന്നുള്ള ഡെലിവറി ചാർജ് ഒരു 70 രൂപയും. 70 രൂപയും. ഓക്കെ. അപ്പൊ ഇപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര ചെലവ് വരുന്നുണ്ട്, 130, 70, 200 രൂപ ചെലവ് വരുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് 400 രൂപയ്ക്കായിരുന്നു. ആണ്ട് എത്ര രൂപയ്ക്കാടാ, 400 രൂപയ്ക്ക് ആയിരുന്നു. ആണ്ട 400 രൂപയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ലാഭമെല്ലാം അവിടെ ചേർത്ത്. അപ്പം ഇവിടെ എനിക്ക് വരുന്ന ലാഭം എത്രയാണ്, ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്ന ലാഭം 240ഉം 160ൻ്റെയും കൂടെ വ്യത്യാസമാണ്. ഇത് നമ്മൾ വിൽക്കുന്നത്, ഇത് നമ്മുടെ കോസ്റ്റ്, ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്, 160 രൂപ നമ്മൾ പ്രതീക്ഷിച്ച ലാഭം. പക്ഷെ ആക്ച്വലി എനിക്ക് വന്ന ലാഭം എത്രയായി, 400ൻ്റെയും 310ൻ്റെയും വ്യത്യാസം എത്ര,
90 രൂപ എനിക്ക് ലാഭം വന്നോളൂ. പക്ഷേ ഇവിടെ ഞാൻ എന്താ ആ ചേട്ടന്റെ അടുത്ത് ചെന്ന് മേടിച്ചതിന് ശേഷം എനിക്ക് എത്രയാണ് 200 രൂപ ലാഭം വരുന്നുണ്ട്. അതായത് പകുതി വില മാത്രമേ എനിക്ക് ആവുന്നുള്ളൂ. ഞാൻ 400 രൂപയ്ക്ക് വിൽക്കുന്നത് എനിക്ക് 200 രൂപ ആവുന്നുള്ളൂ. അപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്കിവിടെ 90 രൂപയിലെ പ്രോഫിറ്റ് ഉള്ളായിരുന്നുള്ളൂ. എനിക്ക് 90 രൂപ പ്രോഫിറ്റ് മതി, ബാക്കി വില കുറയ്ക്കാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ 400 രൂപ എന്നുള്ളത് എത്രയാവും? 290 രൂപയാവും. അപ്പോഴും എന്താണ്? എനിക്ക് 90 രൂപ ലാഭമുണ്ട്. ആ സെയിം കണ്ടീഷൻ, സെയിം ക്വാളിറ്റി, ഒരു വ്യത്യാസവുമില്ല. മനസ്സിലായോ? എന്താണ് ഇവിടെ നടന്നത്? എനിക്ക് എൻ്റെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടി, ട്രാൻസ്പോർട്ടേഷനും കുറഞ്ഞു കിട്ടി, അതേപോലെ തന്നെ പ്രിന്റിങ്ങിനും ബൈൻഡിങ്ങിനും കോസ്റ്റ് കുറഞ്ഞു കിട്ടി. എന്നാലും എന്താ, എനിക്ക് 290 രൂപയ്ക്ക് ഞാൻ കൊടുത്താലുള്ള ഗുണം എന്താടാ? എൻ്റെ കസ്റ്റമേഴ്സ് കൂടും. ഓക്കെ, 290 രൂപയ്ക്ക് ഞാൻ ഇത്രയും ക്വാളിറ്റി ഒരു സാധനം കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സ് കൂടും. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഡിസൈഡ് ചെയ്ത് എത്രയാണ്? 240 ആണ്. ഇതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ? ക്വാളിറ്റിയിലും കണ്ടീഷനിലും ഒന്നും യാതൊരു മാറ്റവും വരാതെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് കൺട്രോൾ. നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത റേറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നോക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് കൺട്രോൾ. അതിന് കുറേ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതേപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട്. അത് ഞാൻ അപ്പോൾ പറയാം. അപ്പം അത്രയും കാര്യം നമ്മുടെ കഴിഞ്ഞു. ഇനി നോക്കിക്കോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ നോക്കി, ഓവർവ്യൂവിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞാണ്. താണ്ടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം നോക്കിക്കോ, എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? ഒന്ന്, അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ്. എന്താണ്? വില കണ്ടുപിടിക്കുന്നത് ആണോ? അല്ല, കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് എന്താണ്? നമ്മുടെ എക്സ്പെൻഡിച്ചർ. അപ്പൊ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് ഓരോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് എന്താടാ? അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ്. അപ്പൊ അതെന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഈ കോസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിച്ചു? നേരത്തെ മറ്റേ കാറിന്റെ കേസ് പറഞ്ഞപ്പോൾ 5 ലക്ഷം രൂപയാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ തീരുമാനിക്കണം എത്ര ലാഭം നമുക്ക് വേണമെന്ന്. അപ്പം ഇതിനകത്ത് 1 ലക്ഷം രൂപയാണ് ഞാൻ ലാഭം എടുക്കാൻ തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 6 ലക്ഷം രൂപയ്ക്കായിരിക്കും നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അതവിടെ കഴിഞ്ഞു. കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് ഞാനിപ്പം വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഡിറ്റർമിനേഷൻ ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് നമ്മളത് പറഞ്ഞു. മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് അതും നമ്മൾ പറഞ്ഞു. കമ്പാരിസൺ, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമെന്നും പറഞ്ഞു. അനാലിസിസ് ഓഫ് വേരിയസ് ആൻഡ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേരിയേഷൻ നമ്മൾ വിചാരിച്ചത്, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് 240 രൂപയായിരുന്നു. ദൈവമേ, പ്രിൻ്റൊക്കെ എടുത്ത് വന്നപ്പോഴത്തേന് 310 രൂപയായല്ലോ. ഈ വേരിയേഷൻ എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ അന്വേഷിച്ചിട്ട് അതിനെ എന്ത് ചെയ്യും? തിരിച്ച് ഈ വിലയിലോട്ട് തന്നെ ആക്കിയെടുക്കും. ഇവിടെ എത്ര ആയി? 200 ആയി. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? 240 രൂപയിലോട്ട് ആക്കിയെടുക്കും. ഇപ്പം 200 കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ എത്ര? 240 എത്തിക്കണം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതായത് നമ്മൾ കോംപ്രമൈസ് ഒന്നിനും ചെയ്യരുത്. അതായത് ക്വാളിറ്റി മാറ്റരുത്, വേറെ പ്രോഡക്റ്റ് മാറ്റരുത്, ഒന്നും ചെയ്യരുത്. അതിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ എന്താണ്? ബുദ്ധിമാനായ ഞാൻ ഇത്രയും ലാഭം വന്നിട്ടും 240, ഇവിടെ ഇപ്പോൾ 240 ആക്കിക്കോ. കാരണം ഇപ്പം 130ഉം 70ഉം ഇവിടെ 40 കൂടെ എന്തെങ്കിലും ചാർജ്, 240 രൂപ. ഇതാണ് നമ്മുടെ ഇപ്പം നമ്മൾ വിചാരിച്ച പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് നമ്മൾ എത്തിച്ചു. 310 ആക്ച്വലി പോയതിനെ നമ്മൾ 240 വീണ്ടും തിരിച്ചെത്തിച്ചു. ഇനി ബുദ്ധിമാനായ ഞാൻ പുറത്തുകൂടെ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് പറഞ്ഞു, അളിയാ നീ എന്തിനാണ് ഇത്രയും നല്ല പേപ്പറിലൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒരു പന്ന പേപ്പറിൽ പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു സാധാ മറ്റേ വർക്ക് നോട്ടൊക്കെ എഴുതൂലേ, വർക്ക് നോട്ടൊക്കെ എഴുതൂലേ, ആ തരം പേപ്പറിൽ ബോണ്ട് പേപ്പർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം വീണ്ടും എത്രയായി? 30 രൂപയായിട്ട് അത് കുറഞ്ഞു. മനസ്സിലായോ? അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഭയങ്കരമായിട്ട് കോസ്റ്റ് കുറയ്ക്കാൻ 30 രൂപ. അതിന് ബൈൻഡിങ്ങിന് പകരം ഞാൻ മറ്റേ സ്പൈറൽ ബൈൻഡിങ് ചെയ്ത് 10 രൂപ. അതിന് പകരമായിട്ട് ഞാൻ മറ്റേ ഡെലിവറി ചാർജ് ഒന്നും ചെയ്യുന്നില്ല. എന്താ, ഞാൻ കോഴിക്കോടോട്ട് പോയ ആരുടെയോ കയ്യിൽ ബസ്സിൽ കൊടുത്ത് വിട്ടു. അപ്പം ചിലവൊന്നുമില്ല. ഞാൻ കറക്റ്റ് പക്ക കൊല്ലംകാരനായി ഞാൻ. മൊത്തത്തിൽ 40 രൂപ വരുന്നുള്ളൂ ചിലവ്. ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഈ മേടിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഇനി ഒന്നും മേടിക്കത്തില്ല.
കാരണം 400 രൂപയ്ക്ക് ഒരു സാധനം നമ്മൾ വിൽക്കുന്നത് വെറും 40 രൂപ ചിലപ്പിൽ നമ്മൾ എന്താ ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് തന്നു. നല്ലൊരു പേപ്പർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സാധാ ഒരു നോർമൽ പേപ്പർ. അതേപോലെ തന്നെ എന്താ നല്ല അടിപൊളി ബൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ മാറ്റിയിട്ട് സ്പൈറൽ ബൈൻഡിങ് ചെയ്തു. എന്നിട്ട് ഞാൻ 400 രൂപ മേടിക്കണം? ആരെങ്കിലും മേടിക്കുമോ? ഇല്ല. അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യും? ബിസിനസ് പൂട്ടിക്കിട്ടും. മനസ്സിലായല്ലോ? അപ്പം അതാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്താണ്? ഇവിടെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിലും കുറയ്ക്കാം. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ചിരിക്കും. നമുക്ക് കുറച്ച് കുറച്ചങ്ങ് കൊണ്ടുപോകാം. അപ്പം അത്രയേ ഉള്ളൂ കോസ്റ്റ് റിഡക്ഷനെ പറ്റി പറയാൻ. ലാസ്റ്റ് വൺ ഏത് ഒബ്ജക്റ്റീവിനകത്ത്? അസിസ്റ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റിനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്ത് ഡിസിഷൻ? എടാ, മാനേജ്മെന്റ് ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ഒരു ഡേറ്റാസ് എല്ലാം അവർക്ക് കൊടുക്കുവാണ്. ഞാൻ നോക്കിയപ്പോൾ സാർ ഇത്രയും പ്രോഫിറ്റ് വരുന്നുള്ളൂ, ഇതാണ് സെല്ലിംഗ് പ്രൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴത്തേന് മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കും? തീരുമാനങ്ങൾ എടുക്കും. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണം, നമ്മുടെ ലാഭം കൂട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിംഗ് കൊണ്ടുവരും. അതൊക്കെ ആ ഐഡിയസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്നാണ്. പുറത്തുനിന്ന് കാണുന്ന കണക്കല്ല പല കമ്പനിയും. ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ സ്വിഗ്ഗിയൊക്കെ നോക്കേ, ഇവരൊക്കെ എന്തൊരു പൈസ ഇവർക്ക് കാണും, എന്തുമാത്രം റവന്യൂ ആണ് വരുന്നത്. കാരണം റോഡ് മൊത്തം സ്വിഗ്ഗിക്കാർ മാത്രം. പക്ഷെ അവർ എന്തോ 3000 കോടി രൂപ നഷ്ടമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ. വെറുതെ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം സ്വിഗ്ഗി ഉണ്ട്, ഓടുന്നുണ്ട്, ഓടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഇത്രയും 10-3000 കോടി രൂപ നഷ്ടത്തിലാണ് അവർ സ്വിഗ്ഗി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായത്? അവരുടെ ലാസ്റ്റ് ഇയർ റിപ്പോർട്ടും ഫിനാൻഷ്യൽസും എടുത്ത് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും, സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതേപോലെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അപ്പം എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കോസ്റ്റ് റിഡക്ഷൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ കോസ്റ്റ് കൺട്രോളിന്റെയും കോസ്റ്റ് റിഡക്ഷന്റെയും ഒരു എന്താ ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അത് വായിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈസി ആയിട്ട് മനസ്സിലാവും. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാണ്. കണ്ടേ, മെയിൽ കൊടുത്തേക്കുന്ന അസിസ്റ്റന്റ് മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇപ്പം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി കോസ്റ്റ് കൺട്രോൾ എന്താണെന്നുള്ളത് നാളൊന്ന് വായിച്ചു നോക്കിയോ. കോസ്റ്റ് കൺട്രോൾ എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് ദ കോസ്റ്റ് ഇൻ അക്കൗണ്ട്സ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ആണ്, അല്ലെങ്കിൽ അതിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷൻ എന്താ? ഈസ് കൺസേൺഡ് വിത്ത് റെഡ്യൂസിങ് കോസ്റ്റ്. ഇറ്റ് ചാലഞ്ചസ് ഓൾ സ്റ്റാൻഡേർഡ്സ്. ഇവിടെ സ്റ്റാൻഡേർഡ്സ് ഒന്നും ബാധകമല്ല. 300 രൂപ നമ്മൾ മനസ്സിൽ കണ്ടൊരു സാധനം നമ്മൾ എന്ത് ചെയ്തത്? കുറച്ച് 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 ഒരു 100 രൂപയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് കോസ്റ്റ് ആക്കി എടുക്കുക. കാരണം വേറും ചീപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളങ്ങ് ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, കോസ്റ്റ് കൺട്രോൾ സീക്സ് ടു അറ്റൈൻ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ് അണ്ടർ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. കാരണം ഈ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വെച്ചിട്ട് കോസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഈ എക്സിസ്റ്റിംഗ് കണ്ടീഷനിൽ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കിട്ടും. ഫ്ലെക്സി പേനയാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? ആ ഒരു കണ്ടീഷൻ, നല്ല ബോഡി വേണം, നിബ്ബ് വേണം, നമ്മൾ ആ പറയുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്നും ചീപ്പ് ക്വാളിറ്റി കൊണ്ടുവരാതെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂടാ? ഉപയോഗിച്ചിട്ട് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റിലോട്ട് അതിനെ കുറയ്ക്കും. അതിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ അതൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങനെ കിടന്ന റീഫിലറും എടുത്തുകൊണ്ട് വന്ന്, വല്ലവനും കളഞ്ഞിട്ട് പോയ പേനയുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് ആ നിബ്ബും കയറ്റി വിട്ട് അവിടെ നിന്ന് അങ്ങാണ്ട് എന്താ ഗ്രിപ്പൊന്നുമില്ല, അല്ലാതെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പേനകളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് എന്താണ്? കോസ്റ്റ് വീണ്ടും കുറയ്ക്കാൻ നമുക്ക് പറ്റും. അതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ പക്ഷെ എന്ത് സംഭവിച്ചു? ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച അതേ എന്തല്ല, അതേ സ്റ്റാൻഡേർഡ്സ് അല്ല പിന്നീട് വന്നത്, അത് ചേഞ്ച് ആയി. അടുത്തെ, ഇൻ കേസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ എംഫസൈസ് ഈസ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഇത് കോസ്റ്റ് കൺട്രോൾ ആണെങ്കിൽ പാസ്റ്റും അതേപോലെ തന്നെ പ്രസന്റും ആയിരിക്കും. അതായത് നമ്മൾ മുൻകൂട്ടി ഒരു പ്രീ ഡിറ്റർമൈൻ ചെയ്ത റേറ്റ് പാസ്റ്റിൽ കണ്ടുപിടിക്കുന്നു. പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ പെർഫോമൻസ് കൂടെ നോക്കിയിട്ട് നമ്മൾ അതിനെ തിരികെ കൊണ്ട് ആ ഒരു ഏറ്റവും ലോവർ കോസ്റ്റിലോട്ട് എത്തിക്കുന്നു. കോസ്റ്റ് റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറാ. ഇപ്പോഴത്തെ ഇത് നോക്കിയിട്ട് ഇതൊന്നും പറ്റൂല, നമുക്ക് കുറയ്ക്കണം, നമ്മൾ എന്ത് ചെയ്യുക? ലോക്കൽ സാധനങ്ങളെല്ലാം വാരി വെച്ചോ, ഇനി നമ്മുടെ പരിപാടി എന്താണ്? അതിലോട്ടാണ് എന്നൊരു മൈൻഡിൽ നമ്മൾ കാണുന്നതാണ്. അടുത്ത, കോസ്റ്റ് കൺട്രോൾ ഈസ് പ്രിവെന്റീവ് ഫംഗ്ഷൻ, കോസ്റ്റ് റിഡക്ഷൻ ഈസ് കറക്റ്റീവ് ഫംഗ്ഷൻ. അടുത്ത, കോസ്റ്റ് കൺട്രോൾ സെൻസ് വെൻ ടാർഗറ്റ്സ് ആർ അച്ചീവ്ഡ്.
ടാർഗറ്റ് അച്ചീവായി. അതായത് മറ്റേ രൂ. 240 കേസ് ഉണ്ടല്ലോ. രൂ. 240 ഞാൻ ഡിസൈഡ് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേന് എന്തായിരിക്കും? നമ്മുടെ കോസ്റ്റ് കൺട്രോൾ അവിടെ കഴിഞ്ഞ്. അത്രേ ഉള്ളൂ. അതാണ് കോസ്റ്റ് കൺട്രോള്. പക്ഷെ കോസ്റ്റ് റിഡക്ഷൻ അവിടെ കഴിയുമോ? ഇല്ല. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും ചീപ്പ് മെറ്റീരിയൽ നോക്കി പോവാം. അതിനെന്ത് ചെയ്യുന്നില്ല. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നുമില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിൽ മനസ്സിലായാലും എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഇനി ഇതിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. എടാ, ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ കോസ്റ്റിംഗ് എന്താണെന്ന് ആദ്യമേ പഠിച്ചതാണ്. ആ ടെക്നിക്കാണെന്നുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ഇനി എന്താണ് കോസ്റ്റ് അനാലിസിസ്? ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ വേരിയൻസ് ഇൻ ആക്ച്വൽ കോസ്റ്റ് ഫ്രം ദ ബഡ്ജറ്റഡ് കോസ്റ്റ്. നമ്മൾ മുൻകൂട്ടി ബഡ്ജറ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻ ചെയ്ത കോസ്റ്റിൽ നിന്ന് എന്താണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ഇത്രയും മാറാനുള്ള കാരണം, അത് കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ കേസ് തന്നെ എടുത്തു നോക്കാം. എനിക്ക് എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ബാങ്കിന് റേറ്റ് കൂടിയത്? നമ്മളെ ഫാക്ടർ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റിങ്ങിന് റേറ്റ് കൂടി, പ്രിന്റിങ് റേറ്റ് ഹൈ ആയി, ഓട്ടോക്കാരൻ എന്നെ നല്ല രീതിയിൽ തേച്ചു, അത് ഹൈ ആയി. ഇങ്ങനെ എന്ത് ചെയ്യും? ഓരോരോ ഫാക്ടേഴ്സ് കാണും, അത് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് കണ്ടുപിടിക്കുക മാത്രമാണോ? ആൻഡ് അക്കോർഡിംഗ്ലി ഫിക്സേഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഫോർ കോസ്റ്റ് ഡിഫറൻസസ്. നമ്മൾ എന്ത് ചെയ്യും? അത് കണ്ടുപിടിച്ച ശേഷം നമ്മൾ അതിനെ ഫിക്സ് ചെയ്യും. ദിസ് ആൾസോ ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ബെറ്റർ കോസ്റ്റ് മാനേജ്മെന്റ്. ഇത് എന്തിനെ സഹായിക്കൂടാ? ഈ ഡേറ്റാസ് കിട്ടിക്കഴിഞ്ഞാലേ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? മാനേജ്മെന്റിന് ഡിസിഷൻസ് എടുക്കാനും പറ്റൂ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ മാനേജ്മെന്റിന് ഇനി അത് കുറയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് അറിയാൻ പറ്റൂ. എടാ, ഇതിപ്പോ പ്രിന്റിംഗ് റേറ്റ് കൂടിയതാണെന്ന് അറിഞ്ഞില്ല, ഇങ്ങനെ എക്സ്പെൻസ് എത്രയാ വന്നതെന്നൊന്നും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഇത് മാറുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക ഇവിടെ? കോസ്റ്റ് അനാലിസിസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? അതിനനുസരിച്ച് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ച്വൽ കോസ്റ്റ് ഇത്രയും കൂടിയെന്ന് അറിയണ്ടേ? അപ്പൊ എന്റെ നോക്ക് മനസ്സിലാവും ഓട്ടോക്കാരനുള്ള റേറ്റ് കൊടുത്തുണ്ടാക്കിയാണെന്ന്. അതേപോലെ തന്നെ എവിടെയുണ്ട്? നമ്മുടെ ഓർഗനൈസേഷനിലും വരും. അടുത്തത് കോസ്റ്റ് കമ്പാരിസൺസ്. നോക്കിക്കോ. കോസ്റ്റ് അക്കൗണ്ടിങ് ആൾസോ ഇൻക്ലൂഡ്സ് comparisons of cost involved in alternative course of action such as different technology of production, cost of making different products and activities, and cost of same product or service over a period. നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റിനെ താരതമ്യം ചെയ്യും. ഒന്നെങ്കിൽ ഇതേപോലുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും. ഉദാഹരണം, ഇപ്പം സാംസങ്ങിൻ്റെ S23 ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ട്? ഐഫോൺ 14 പ്രോയും ഉണ്ട്. ഇപ്പൊ ഇത് തമ്മിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് ഏകദേശം ഒരേപോലൊക്കെയാണ് ഫോൺ ഇരിക്കുന്നത് എന്ന് വെച്ചോ. ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരേപോലെയാണെന്ന് വെച്ചോ. അപ്പൊ ഇതിന് രണ്ടിന്റെ യൂസ് ഒന്നാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിന് 58,000 രൂപയും ഉണ്ട്, 70,000 രൂപയും ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമ്മളപ്പോ കമ്പയർ ചെയ്ത് നോക്കും എന്തുകൊണ്ടാണ് ഈ ഒരു വില വന്നത് എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി എന്താണ്? ഇത് രണ്ടിന്റെ യൂസ് ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന്റെ വില വ്യത്യാസം വന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് കോസ്റ്റ് കമ്പാരിസൺ. ഇപ്പം ഇതേ ഫീച്ചറുള്ള ഐഫോൺ 14 പ്രോയുടെ സെയിം ഫീച്ചർ സെയിം കാര്യങ്ങളുമാണ് സാംസങ്ങിലും എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എവിടെ ചൂസ് ചെയ്യൂ? 58,000 ചൂസ് ചെയ്യൂ. മനസ്സിലായോ? ഇപ്പൊ ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെയിൽ ആവുന്നുണ്ട്. 100 രൂപ സെയിൽ ചെയ്യുന്നത് വെച്ചോ. നമ്മളപ്പോൾ ഇവിടെ ഒരു 700 രൂപയ്ക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകുമോ ഇല്ലയോ? ഇല്ല. സെയിം ക്വാളിറ്റി ആണ്, ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും 100 രൂപയ്ക്ക് മേടിക്കും. നമ്മൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം മുതൽ വീട്ടിൽ ഇങ്ങനെ മേലോട്ട് നോക്കി കുത്തിയിരിക്കാം. കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. കോസ്റ്റ് റിപ്പോർട്ട് എന്താണ്? കോസ്റ്റ് റിപ്പോർട്ട് ഇതനുസരിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടോട്ടൽ നമ്മൾ അക്കൗണ്ട് ചെയ്തതിന് ശേഷം എന്ത് കണ്ടുപിടിക്കും? നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കും. എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ്, ഇൻകം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും.
എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആ റിപ്പോർട്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ കാണിക്കുന്നത്. അവര് പിന്നെ ഗൃഹത്തിൽ നിന്ന് നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? അവരുടെ ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കോസ്റ്റ് റിപ്പോർട്ട് നോക്കും. എന്റെ പ്രോഡക്റ്റ് എന്താ പ്രോഡക്റ്റ്? അപ്പൊ മറ്റേ എന്താ രാജരാജേശ്വരി പുട്ടുപൊടികൾ. അപ്പൊ ഈ പുട്ടുപൊടി നിർമ്മിക്കാൻ എത്ര എക്സ്പെൻസ് വന്നു? ഇതിന് ലേബർ ചാർജ് എന്തായാലും കാണും. മെറ്റീരിയല് വേണ്ടി വരും. ഇങ്ങനെ കുറേ ചെലവുകളുണ്ട്. അപ്പം എന്ത് ചെയ്യുവാണ്? ഇതിനുള്ള എക്സ്പെൻസ് എല്ലാം കണ്ടുപിടിച്ച് എവിടുന്നൊക്കെ ഇൻകം വന്നോ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു കോസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും. അതായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ലോസ് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയപ്പോൾ കാണാം എക്സ്പെൻസ് ആണ് കൂടുതൽ, നമുക്ക് ലോസ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്യും, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് ഒക്കെ ഡിസിഷൻ എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കോസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് എന്താണ്? മെയിൻറ്റെയിനിങ് കോസ്റ്റ് അക്കൗണ്ട് റെക്കോർഡ്സ് ആസ് പെർ ദ റൂൾസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. എടാ, മിക്ക ഓർഗനൈസേഷനിലും എന്തുണ്ട്? പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണം. ഇത്ര മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലേബർ എങ്ങനെയാണ്, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അത് നിങ്ങൾ നിങ്ങളുടെ മറ്റേ ലോയിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്താണ്, നിങ്ങൾക്കൊരു കംപ്ലയിൻസ് ഉണ്ട്, നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പക്കാ ഫോളോ ചെയ്ത് വേണം എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ കോസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മിക്ക കമ്പനിയിലും എന്താണ്, ഈ ഒരു കോസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ആ ഒരു പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്ത് ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. വെറുതെ നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റില്ല. ഈ പ്രോപ്പർ ഫോർമാറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസിൽ പറയുന്നത്. ഒരുപാടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിച്ച് അഡ്വാൻസ് ലെവലിലോട്ട് പോകാം. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാനായിട്ട് പറ്റും.